സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് UN ജനറൽ അസംബ്ലിയെ അഡ്രസ് ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ ഈ പ്രസംഗത്തിന് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ ഇസ്രായേലിൽ നിന്ന് വിമാനം കയറും മുമ്പേ അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇസ്രായേലിൽ കയറി അതിക്രമങ്ങൾ നടത്തി, കുഞ്ഞുങ്ങളെ വധിച്ച്, വൃദ്ധരെ വധിച്ച്, ഭീകരപ്രവർത്തനം നടത്തിയ ആളുകൾക്ക് അംഗീകാരം നൽകുന്ന പ്രവൃത്തിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ UN ജനറൽ അസംബ്ലിയിൽ നടത്തിയത് എന്നാണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തൻ്റെ രാജ്യത്തിൻ്റെ ദയനീയാവസ്ഥ, തൻ്റെ രാജ്യത്തിൻ്റെ അപകടാവസ്ഥ, തൻ്റെ രാജ്യം വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ഭീകര സത്വത്തിന് മുൻപിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥ, അത് UN ജനറൽ അസംബ്ലിയിൽ വിശദീകരിക്കാൻ താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, അദ്ദേഹത്തിന്റെ രാജ്യത്ത് കയറി അക്രമം കാണിച്ച ആളുകൾക്ക് ഒരു സമ്മാനം എന്ന നിലയിൽ ഇസ്രായേലിന്റെ ഹാർട്ട്ലാൻഡിൽ തന്നെ ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുക എന്നൊരു നയമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ UN ജനറൽ അസംബ്ലിയിൽ പാലസ്തീനെ അംഗീകരിക്കുക വഴി നടത്തിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് തീർത്തും ശരിയായ ഒരു സംഗതിയാണ്. ഈ കാര്യം അദ്ദേഹം അത്രത്തോളം ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ UN ജനറൽ അസംബ്ലിയിൽ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ എണ്ണം തുച്ഛമാണ് എന്നറിഞ്ഞുകൊണ്ടും ധീരനായി അവിടെ പ്രസംഗിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ഈ കാര്യത്തിലുള്ള കൺവിക്ഷനാണ്, ബോധ്യമാണ്. താൻ ചെയ്യുന്ന പ്രവൃത്തി എത്രത്തോളം ശരിയാണ് എന്ന് അദ്ദേഹത്തിന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി തൻ്റെ രാജ്യത്തിന്റെ കോസ്, തൻ്റെ രാജ്യത്തിന്റെ ന്യായം, തൻ്റെ ഭാഗത്തുള്ള സത്യം വിളിച്ചു പറയുവാൻ വേണ്ടി അദ്ദേഹം UN ജനറൽ അസംബ്ലിയിലേക്ക് പോകുന്നത്. ഇവിടെ ഇതുവരെ ഇദ്ദേഹത്തെ പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്. അമേരിക്ക മാത്രമല്ല, അർജന്റീനയൊക്കെ പോലത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ UN ജനറൽ അസംബ്ലി ഏറ്റവും ശബ്ദമുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. വീറ്റോ പവറുള്ള രാജ്യങ്ങളിൽ 4 രാജ്യങ്ങളും പാലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളായിരിക്കെ, അതുപോലെയുള്ള പ്രമുഖ രാജ്യങ്ങളൊക്കെ പാലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളായിരിക്കെ, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന കണ്ണുകളൊന്നും തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ണുകളായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോയെന്ന് പറയുവാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റത്തെ അംഗീകരിച്ചേ പറ്റൂ. തന്റെ മുൻപിലിരിക്കുന്ന ഓഡിയൻസിൽ ബഹുഭൂരിഭാഗവും, ഒരുപക്ഷെ മുഴുവൻ തന്നെയും പാലസ്തീൻ അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളായിരിക്കെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന്റെ ഒരു കോസ് അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ആത്മധൈര്യവും കൺവിക്ഷനും സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ പാലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് അദ്ദേഹം ഓൺലൈനായിട്ടാണ് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുത്തത് എന്ന് നമുക്കറിയാം. അതിന് കാരണം അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള വീസ അമേരിക്ക നൽകുകയുണ്ടായില്ല. കാരണം അമേരിക്ക പാലസ്തീനെ അംഗീകരിക്കുന്നില്ല. ഒരു രാജ്യത്തേക്ക് വീസ ലഭിക്കണമെങ്കിൽ വേറൊരു രാജ്യത്ത് നിന്നാണ് അപേക്ഷിക്കേണ്ടത്. പാലസ്തീനെ അമേരിക്ക അംഗീകരിക്കാത്തത് കൊണ്ട് മുഹമ്മദ് അബ്ബാസിന് അമേരിക്ക വീസ നിഷേധിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഓൺലൈനായിട്ടാണ് ഇതിൽ പങ്കെടുത്തത്. ഈ ഓൺലൈനായി പങ്കെടുത്ത ഇദ്ദേഹം അവിടെ പറഞ്ഞത്, ഹമാസിന് ഗാസയിൽ കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഗാസയുടെ ഭരണം ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചത് ഗാസയുടെ ഭരണം പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്കിന്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റീജിയണിൽ അധികാരത്തിലുള്ള പാലസ്തീൻ അതോറിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന സൂചനകളാണ് അദ്ദേഹം പ്രസംഗത്തിൽ നൽകിയത്. അദ്ദേഹം ഹമാസിനെ വലിയ തോതിൽ അപലപിച്ചില്ലെങ്കിലും ഹമാസിന് ഗാസയിൽ കാര്യമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളൊക്കെ പാലസ്തീനെ അംഗീകരിക്കുന്ന കൂട്ടത്തിൽ ഹമാസിന്റെ പേര് പറയാൻ പോലും തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ സംഗതിയാണ്. കാരണം ഇവരുടെ ഈ ഹമാസിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിക ഭീകരവാദികൾ അവരുടെ രാജ്യത്ത് ഉയർത്തുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ഈ UN ജനറൽ അസംബ്ലിയിൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനുകളിലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പൊ അവര് ഈ സംസാരിക്കുന്നതൊക്കെ അവരുടെ നാട്ടിലെ അതാത് രാജ്യങ്ങളിലെ ഇസ്ലാമിക തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനാണ്. അവരൊക്കെ ഹമാസിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അപ്പൊ ഹമാസിന്റെ കൂടെ നിൽക്കുന്നവരാണ്, മാത്രമല്ല പാലസ്തീൻ അതോറിറ്റിയോട് താല്പര്യമില്ലാത്തവരുമാണ്. പാലസ്തീൻ അതോറിറ്റിക്ക് തീവ്രവാദം പോരാ എന്നുള്ള അഭിപ്രായമുള്ളതാണ്. പാലസ്തീൻ അതോറിറ്റി തീവ്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വിഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ മുഹമ്മദ് അബ്ബാസ് ഓൺലൈൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹമാസിന് ഗാസയിൽ കാര്യമില്ല, ഹമാസ് ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. പക്ഷെ അവർ ആയുധം വെച്ച് കീഴടങ്ങുന്നതിനെ കുറിച്ചോ ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചോ ഒന്നും മുഹമ്മദ് അബ്ബാസും സംസാരിക്കുകയുണ്ടായില്ല. കാരണം അദ്ദേഹവും തോക്കിൻ മുനയിൽ തന്നെയാണ് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്.
അതിനിടയിലൂടെ ട്രംപ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുമായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷേ ശ്രദ്ധേയമായൊരു പ്രസ്താവന, വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യുവാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ട്രംപ് ഇന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ ഏറ്റവും പ്രധാനമായി വന്നിട്ടുള്ള വാർത്ത ട്രംപിന്റെ ഈ പ്രസ്താവനയാണ്, വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാൻ സമ്മതിക്കുകയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗാസ എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ട്രംപ് കോയിൻ ചെയ്ത ഒരു വാക്കാണ് ഈ അനക്സേഷൻ ഓഫ് വെസ്റ്റ് ബാങ്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അനക്സേഷൻ ഓഫ് വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ഇസ്രായേൽ ഒരു തരത്തിലും ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമല്ല. റൈറ്റ് വിംഗ് പാർട്ടികളുടെ നേതാക്കന്മാരും നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലുള്ള ആളുകളും വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യും ഇമാരുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ വായിൽ നിന്ന് അനക്സേഷൻ ഓഫ് വെസ്റ്റ് ബാങ്ക് എന്നൊരു വാക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പാലസ്തീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, അങ്ങനെ ഒരു രാജ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യും എന്ന ഒരു പ്രസ്താവന ഒരിക്കലും നെതന്യാഹുവിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പൊ ട്രംപ് ഇന്ന് വെസ്റ്റ് ബാങ്ക് അനക്സ് ചെയ്യാൻ നെതന്യാഹുവിനെ സമ്മതിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വെസ്റ്റ് ബാങ്ക് എന്നൊരു ഭാഗത്തേക്ക് ഈ ഡിസ്കഷൻ ചായാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ നെതന്യാഹുവിന്റെ പ്രസംഗത്തിന് മുന്നോടിയായി ഗാസയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ട്രംപ് ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് ഇപ്പം അദ്ദേഹം എടുത്ത് ഈ മുൻപോട്ടിട്ട വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഗാസ എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ഇപ്പോഴത്തെ ബേണിംഗ് പോയിന്റ്. അപ്പൊ ആ ഇപ്പോഴത്തെ ബേണിംഗ് പോയിന്റിൽ നിന്ന് വരാൻ പോകുന്ന ഒരു ഭരണ സംവിധാനത്തെ കുറിച്ച് ഈ ഡിസ്കഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനിടയിലൂടെ തന്നെ ഗാസയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് ടോണി ബ്ലെയറിനെ അപ്പോയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളും വാഷിംഗ്ടണിൽ നിന്ന് ഉയർന്നു വരും. ടോണി ബ്ലെയർ നമുക്കറിയാവുന്ന പോലെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഈ പാലസ്തീന്റെ പ്രശ്നങ്ങൾ ദീർഘകാലം ഇടപെട്ടിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ പാലസ്തീൻ വിഷയങ്ങളെ കുറിച്ച് വെൽ സ്റ്റഡീഡ് ആണ്. അപ്പം ഈ ഗാസയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ടോണി ബ്ലെയറിനെ കൊണ്ടുവരുന്നു. അപ്പൊ ഗാസയിൽ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ള അവസ്ഥയിലേക്ക് ഡിസ്കഷൻ മാറ്റുന്നതിന് വേണ്ടി ട്രംപ് സ്വീകരിച്ച ഒരു ട്രിക്കാണ് ഇതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഗാസയിലെ ഒഫൻസീവിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഇസ്രായേല് ഇന്നലെയും മിനിഞ്ഞാന്നും അതിനു മുമ്പത്തെ ദിവസവും എങ്ങനെയാണോ ഗാസയിൽ മുന്നേറിക്കൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഇന്നും ഈ നിമിഷവും മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗാസയുടെ ഓരോരോ ഭാഗങ്ങളായി അവരുടെ കൈപ്പിടിയിലാവുകയും ഹമാസിന്റെ ഓരോരോ പോയിന്റുകളെ നശിപ്പിച്ച് മുന്നേറുകയും അവിടെ നിന്നുള്ള ആളുകൾ അതിനനുസരിച്ച് ഒഴിഞ്ഞു പോവുകയും ഗാസ സിറ്റി ഇസ്രായേലിന്റെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്കാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താവും? വാസ്തവം നമുക്കറിയാവുന്നത് പോലെ 1967 യുദ്ധത്തിലാണ് ഈ വെസ്റ്റ് ബാങ്കും ഗാസയും ജെറുസലേമും ഒക്കെ ഇസ്രായേലിന്റെ കയ്യിൽ വരുന്നത്. 1948 യുദ്ധത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആക്കി നിർത്തിയിരുന്ന, അല്ലെങ്കിൽ ആർക്കും അവകാശമില്ല, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടേത് എന്ന് പറഞ്ഞ് വേർതിരിച്ചു നിർത്തിയിരുന്ന ജെറുസലേമിന്റെ പകുതി ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതിന്റെ ഈസ്റ്റേൺ സൈഡ്, വെസ്റ്റേൺ സൈഡ് ജെറുസലേം ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതിന്റെ ഈസ്റ്റേൺ സൈഡ് അന്ന് ജോർദാന്റെ കയ്യിലായിരുന്നു. പിന്നീട് 67 യുദ്ധത്തില് ഈ ഈസ്റ്റേൺ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രായേൽ പിടിച്ചെടുക്കുകയുണ്ടായി. അതിനുശേഷം ഇസ്രായേൽ ഗാസയിൽ നിന്നോ ഈസ്റ്റ് ജെറുസലേമിൽ നിന്നോ പിൻവാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈസ്റ്റ് ജെറുസലേം ഇസ്രായേൽ അനക്സ് ചെയ്യുകയും ചെയ്തു. അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചുള്ള കാര്യമാണ്. ഇന്ന് ഇസ്രായേലിന്റെ ക്യാപിറ്റലായി ഇസ്രായേൽ പറയുന്നത് ഈ ജെറുസലേമാണ്. ഈ വരാൻ പോകുന്ന പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായി അവർ കണ്ടുവച്ചിട്ടുള്ളത് ജെറുസലേമാണ്. അപ്പൊ ഈ പറയുന്ന ആളുകളൊക്കെ പാലസ്തീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാലസ്തീന്റെ ബൗണ്ടറി ഒരിക്കലും ഡിഫൈൻ ചെയ്യുന്നില്ല. പാലസ്തീന്റെ ബൗണ്ടറി പലരും പലതരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഹമാസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഏതാണ് പാലസ്തീൻ? അവർ പറയും പുഴ മുതൽ കടൽ വരെയാണ് പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഇല്ലാത്ത ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ബൗണ്ടറികൾക്കകത്ത് കിടക്കുന്ന മുഴുവൻ പ്രദേശവുമാണ് അവരെ സംബന്ധിച്ച് പാലസ്തീൻ. വെസ്റ്റ് ബാങ്കിലെ പാലസ്തീനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരും പറയും ഇത് തന്നെ. നമ്മളെ സംബന്ധിച്ച് പുറമേ നിന്ന് നോക്കുന്നതിന് ഇന്ത്യക്കാരനോട് പാലസ്തീൻ എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും അത് ഗാസയും വെസ്റ്റ് ബാങ്കും ചേരുന്ന സ്ഥലമാണ് ഈ പാലസ്തീൻ എന്ന് പറയും. നിങ്ങൾ അറബിയോട് ചോദിച്ചു നോക്കുക ഏതാണ് പാലസ്തീൻ? അറബി പറയും ഗാസയും വെസ്റ്റ് ബാങ്കും ജെറുസലേമും ചേരുന്നതാണ് പാലസ്തീൻ എന്ന് പറയും. ഇന്നലെ പ്രഖ്യാപിച്ച രാജ്യങ്ങളോട്, യൂറോപ്പിലെ രാജ്യങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഏതാണ് പാലസ്തീൻ? അവർക്ക് ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവില്ല. കാരണം ഇത് ഓരോരുത്തരുടെ മനസ്സിലെ പാലസ്തീനും ഓരോ തരം പാലസ്തീനാണ്. അപ്പം ഈ പാലസ്തീനിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ പാലസ്തീനിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദ സമൂഹത്തെ സംബന്ധിച്ച് ജൂ ഇല്ലാത്ത ഒരു പാലസ്തീനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഇസ്രായേൽക്കാരുടെ കയ്യിലുള്ള സ്ഥലം അടക്കമുള്ളത് ജ്യൂസിനെ എലിമിനേറ്റ് ചെയ്ത് തങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ് ഹമാസിനെ പോലെയുള്ള
ആളുകളുടെ അല്ലെങ്കിൽ ഹമാസിനെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ അവരുടെ സ്വപ്നം അതാണ്. അത് ഞാൻ ഹമാസ് ആയിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ, ഹൂത്തി ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം ഡെഫിനിഷൻ അതാണ്. അറബ് നാടുകളിലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കും ഗാസയും ജെറുസലേമും ചേരുന്നതാണ് അവരുടെ പാലസ്തീൻ. ജെറുസലേം ഒഴിവാക്കിയിട്ടുള്ള ഒരു പാലസ്തീനെ കുറിച്ച് ഒരു അറബിയും സംസാരിക്കുകയില്ല. കാരണം അവരുടെ അൽ അക്സ മോസ്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ജെറുസലേമിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈസ്റ്റ് ജെറുസലേം ഓൾറെഡി അനക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് പാലസ്തീൻ ഇല്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചും കഴിഞ്ഞു. സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ UN ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകും. അതോടെ ഈ ഡിസ്കഷനൊക്കെ അങ്ങോട്ട് തണുക്കും. ആ സമയം കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഗാസയും കൂടി ഇസ്രായേലിന്റെ കയ്യിലാവും. ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എങ്ങനെ നിൽക്കുന്നുവോ അതുപോലെ ഇനി ഗാസയ്ക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഇസ്രായേലിന്റെ ഹെജിമണി അവിടെ നിശ്ചയമായും ഉണ്ടാവും. പിന്നീട് കാലങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് ഇസ്രായേൽ ഇവിടെ കുറേശ്ശെ പിടിമുറുക്കി ഇസ്രായേൽ രാജ്യത്തിന്റെ ബൗണ്ടറികൾക്ക് വളർച്ച ഉണ്ടാവുമെന്നല്ലാതെ വേറെ ഒന്നും ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നതായി ഈ UN ജനറൽ അസംബ്ലിയിലെ ബഹളങ്ങൾ കൊണ്ടൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.